നമസ്കാരം, ഞാൻ ഡോക്ടർ അപർണ. ഞാൻ നിങ്ങളോടൊന്ന് പറയാൻ പോകുന്നത് പിഗ്മെന്ററി ഡിമാർക്കേഷൻ ലൈൻസിനെ പറ്റിയാണ്. പേര് കേൾക്കുമ്പോൾ ഒരു പരിചയം തോന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞ ചിലർക്കെങ്കിലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. കുറച്ച് ബ്രൗണിഷ് സ്കിൻ കളറുള്ള ഇന്ത്യക്കാർക്ക് അവരുടെ ബോഡിയിൽ ചില ഏരിയകളിൽ കാലിലും കയ്യിലായിട്ട് നീളനെ വരകൾ കാണും. അതായത് ലൈറ്റർ സ്കിൻ ടോണും കുറച്ച് ബ്രൗണിഷ് ആയിട്ടുള്ള ഡാർക്ക് സ്കിൻ ടോണും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു വര പോലെ. അതാണ് പിഗ്മെന്ററി ഡിമാർക്കേഷൻ ലൈൻസ്. ഇതേ ലൈനുകൾ മുഖത്തും വരാം. ഈ ഒരു ഭാഗത്ത് വി പോലെയോ ഡബ്ല്യു പോലെയോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്ത് ലൈൻ പോലെയോ ഈ ഒരു ലൈനുകൾ വരാം. നമുക്ക് ബോഡിയിലുള്ളത് അധികം കോസ്മെറ്റിക്കലി കൺസേണിങ് ആയിട്ടുള്ള ഒരു കാര്യമല്ല, പക്ഷെ മുഖത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. നമ്മളെല്ലാവരും അതിനെ സെൻസ് ചെയ്യുക. ഇവിടെ പിഗ്മെന്റേഷൻ ഈ ഒരു ഏരിയയിൽ വന്നു, ഈ ഒരു ഏരിയയിൽ പിഗ്മെന്റേഷൻ ആവുന്നു. ചില ആളുകൾക്ക് അത് കണ്ണിന് ചുറ്റുള്ള കറുപ്പായിട്ട് കണ്ടിന്യൂഷൻ വരുന്നു എന്നുള്ള രീതിയിലെല്ലാം. പിഗ്മെന്ററി ഡിമാർക്കേഷൻ ലൈൻസ് നോർമലാണ് നമ്മുടെ സ്കിൻ ടൈപ്പിന്. അത് കാരണം പഴയ പ്രിമിറ്റീവായ നമ്മുടെ സ്കിന്ന് ബാക്കിലുള്ളത് കുറച്ച് ഡാർക്ക് സ്കിന്നും ബോഡിയുടെ ഫ്രണ്ട് ഭാഗത്തുള്ളത് കുറച്ച് ലൈറ്റർ സ്കിന്നും ആയതുകൊണ്ട് അത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു ലൈൻ പോലെ വന്ന് രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലൈനായിട്ട് അത് നിൽക്കുന്നു എന്നുള്ളത്. ബാക്കിലുള്ള സ്കിന്ന് കൂടുതൽ വെയിൽ കൊള്ളുന്ന സ്കിൻ ആയതുകൊണ്ടാണ് ഡാർക്കർ ആയിരിക്കുന്നതെന്നെല്ലാം പലതും അങ്ങനെ റീസൺസ് ആയി പറയുന്നുണ്ടെങ്കിലും കൃത്യമായി ഇതാണ് റീസൺ എന്നിതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇന്ത്യൻ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ ഈ ഒരു കളറുള്ള നമ്മുടെ അതേ കളറുള്ള ആളുകൾക്കെല്ലാം ഇത് കോമൺ ആയി കാണാറുണ്ട്. കുട്ടികളിൽ ഇത് കാണാറില്ല. പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഇത് അപ്പിയർ ചെയ്ത് വരിക. സ്ത്രീകളിലാണ് കൂടുതലായിട്ട് ആണുങ്ങളെക്കാളും കാണുന്നത്. പ്രഗ്നൻസിയിൽ ഇത് അപ്പിയർ ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ കൂടുന്ന ആളുകളുണ്ട്. വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ പെർസിസ്റ്റ് ചെയ്യാറാണ് പതിവ്. ഫുള്ളായിട്ട് മാറുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. കൃത്യമായിട്ടൊരു ട്രീറ്റ്മെന്റ് ഇല്ല, കാരണം ഇതൊരു അസുഖമല്ല, നോർമലായിട്ടൊരു വേരിയേഷനാണ്. കൃത്യമായിട്ടൊരു ചികിത്സ ഇല്ലാത്തത് കൊണ്ട് ഇത് ഫുള്ളായി മാറ്റി പാടാണ്. സ്കിന്നിന്റെ പിഗ്മെന്റേഷൻ കുറയുന്ന ട്രീറ്റ്മെന്റുകൾ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡാർക്ക്നെസ് ഇത്തിരി കുറയ്ക്കാൻ പറ്റും. അതുപോലെ ഈ ഒരു ഭാഗത്തെ ഫ്രിക്ഷൻ, സൺലൈറ്റ് എക്സ്പോഷർ എല്ലാം ഒഴിവാക്കുകയാണെങ്കിൽ ഇതിന് ഡാർക്കർ ആവുന്നതും ഇത്തിരി കുറയ്ക്കാനായിട്ട് പറ്റും. താങ്ക് യു.